കണ്ടിട്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. പക്ഷെ പലരും എന്നോട് വീഡിയോസൊക്കെ ഇടാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഐ ആം പ്ലാനിങ് ടു റീടയർ മൈസെൽഫ്. അതായത് ഒന്നിനിയും ടയർ പിടിപ്പിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ എൻ്റെ 2 ടയറുകളെ കണ്ടില്ലേ? ദിസ് വൺ is the first tire and here is the second tire. They are really my tires and my dreams. Also main എൻ്റെ വയ്യായികയുടെ സമയത്ത് എന്നെ ശരിക്കും തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ മക്കളാണ്. അതോടൊപ്പം എൻ്റെ ലൈഫ് പാർട്ട്ണർ. അപ്പോൾ നമുക്കിനിയും ചെറിയ വീഡിയോസൊക്കെയായി വീണ്ടും കാണാം. റെഡി? അപ്പം ഈ പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് ഈ പുള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോവാം നൈസായിട്ട്. അപ്പം ഇപ്പോൾ ക്രിസ്മസ് ആണ്, ഇറങ്ങിയിട്ട് വരാം. ക്രിസ്മസ് ആണ്, കണ്ടില്ലേ? ലുലു ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കണ്ട ഇവിടെ എല്ലാ സാധനവും ലിഫ്റ്റ് വരെ പൊതിഞ്ഞ് വെച്ചിരിക്കുക. നമുക്കൊന്നും ഗിഫ്റ്റ് തരാൻ ആരുമില്ലല്ലോ. എന്നാലും ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് മേടിക്കാൻ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരെനിക്ക് മേടിച്ച് തരാൻ പോണേ അല്ലേ? ഇതിപ്പോ അവതാർ പോലെ ഉണ്ടല്ലോ. അതെ, പാണ്ടോറല്ല, പാണ്ടോറ. അത് സ്ലോ മോഷനിൽ ഒന്നും അറിയാതെ നമ്മളെ മേടിച്ചു കൊടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് സ്വന്തം വീഡിയോയിൽ സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിടേണ്ടി വരും എന്നറിയാതെ നടക്കുന്ന പാവം മാതാജി. കൊള്ളാല്ലേ? അടുത്തത് എന്ത് എന്നറിയാതെയാണ് ഈ പോക്ക് പോകുന്നത്. നമ്മളൊരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് നൈസായിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. പിടികൂടി. പിന്നെ കാണാം. ഞാൻ ചീത്ത മേടിച്ചിട്ട് വരട്ടെ. ഓക്കെ, സസ്പെക്ട് ഡസൻ സസ്പെക്ട്സ് എനിത്തിങ്. അങ്ങനെ നമ്മൾ വീണ്ടും സസ്പെക്റ്റിനെ പിന്തുടരുകയാണ്. അങ്ങനെ നമ്മൾ ലുലു ലൈഫ് സ്റ്റൈൽ വന്ന് പെട്ടിരിക്കുകയാണ്. സസ്പെക്ട്സ് ഫൗണ്ടേഴ്സ്. എന്താ ആകാശത്തിന് കീഴെയുള്ള എന്താണാവോ എന്തോ സസ്പെക്റ്റ് മേടിക്കാൻ പോകുന്നത് അറിയില്ല. കണ്ടറിയണം. സസ്പെക്റ്റ് ഇസ് ബിലീവ്ഡ് ടു ബി ഷൂ ഷോപ്പിംഗ്. അതെ, സസ്പെക്റ്റ് റീടയറിങ്ങിൻ്റെ ഭാഗമായി പുതിയ അമ്യൂണിഷൻസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർ മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഈ മഹനീയമായ കലവറ ഒന്ന് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് നോക്കിയിട്ട് വരാം. സസ്പെക്ട് ഫൈനലി ഫൗണ്ട് ഹെർ പെർഫെക്റ്റ് പെയർ ഓഫ് ഷൂസ്. പ്രിൻസ് ചാമിങ് ഒന്നും വന്നില്ല. ആ പാവൻ്റെ രാജകുമാരൻ്റെ അവിടെ വെറുതെ നിൽക്കുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ഹെർ ഓൺ ഷൂസ്. സസ്പെക്ട് ഫൗണ്ട് എ ഡ്രസ്. നോട്ട് എ ഡ്രസ്, എ കുർത്തി. Court of public opinion won. This one was favorite, so the other option was this. So this clearly won. Suspect സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞു. എന്ത് പറയുന്നു? സന്തോഷം. സന്തോഷം? ഒന്നും പറയാനല്ല. വെരി ഗുഡ്. വേറൊന്നും പറയാനല്ല. അപ്പോൾ ശരി, ഇതാണ് ഇവരുടെ ക്രിസ്മസ് വില്ലേജ്. കയറിക്കോ. സാധനങ്ങൾ മേടിക്കണമെന്നാണ് അതിൻ്റെ ഛാത്രം. നമ്മളൊന്നും ചെയ്യാൻ പോകാം. കയറിക്കോ. ഹായ്, എന്താ ഒരു ആക്ടിങ്. ഓവർ ആക്ടിങ്ങിന് 50 രൂപ കുറയ്ക്കും. ഇവിടെ ഓവർ ആക്ടിങ്ങിന് 50 രൂപ കുറച്ച്. ആ ശരി, ബാക്കി തരുള്ളൂ കേട്ടോ. കേട്ടോ 4000 രൂപ കൊടുത്താൽ ഇത് നിങ്ങൾക്ക്
വീട്ടിൽ മേടിച്ച് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കാനുള്ള എല്ലാ സാവരജംഗമ വസ്തുക്കളും മേടിക്കാൻ. കണ്ടോ, വേറൊരു പോസ്റ്റ്, ഇത് വേറൊരു പോസ്റ്റ്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നിറഞ്ഞാണ് നമ്മുടെ ജീവിതം. അതുവഴി ഇറങ്ങാം, നടന്നു. ഇതെന്താ ഇത് കാണുമ്പോൾ എൽസ പറയും ലെരിക്കോ ലെരിക്കോ. ബാക്കി പാടിയ ക്ലെയിം അടിക്കും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അല്ലാതെ എൻ്റെ മനോഹരമായ വോയിസിൻ്റെ മാധുര്യം കൊണ്ടല്ല കേട്ടോ. പിന്നെ എൻ്റെ ചാനലല്ല, ഇത് അമ്മയുടെ ചാനലാണ്. അതുകൊണ്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, ചാനലിന് മുതലാളിയെ കാണാനില്ല. ചാനലിൻ്റെ മുതലാളി എൻ്റെ പുറകിൽ ഒളിച്ചു കളിക്കുകയാണ്. നമ്മൾ ടാർഗറ്റ് നമ്പർ 1 കഴിഞ്ഞ് നമ്മൾ ടാർഗറ്റ് നമ്പർ 2 അഥവാ ഒബറോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഏതായാലും ഒബറോണിൽ പോയി ഒരു സിനിമ കണ്ടിട്ട് ഇനി ബാക്കി പറയാം. സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റിവ്യൂ വരും. അതെൻ്റെ ചാനലിൽ സഹിച്ചേ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലിൽ റിവ്യൂ വന്ന് കാണണേ, മറക്കല്ലേ. സാറിൻ്റെ കൈക്കൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതെന്ത് ഉദ്ദേശിക്കുന്നത്? എൽസിനെ അമ്മ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ചൂടാ മാറി. എൽഫിനെ കിട്ടുന്നില്ല. എൽഫിനെ സാന്റാസ് ലിറ്റിൽ ഹെൽപ്പേഴ്സ്. ദിസ് സാന്റാസ് ലിറ്റിൽ ഹെൽപ്പർ. സസ്പെക്ട് ഈസ് വെരി ഹാപ്പി. സസ്പെക്ട് സ്വന്തം കാശ് മുടക്കി അങ്ങോട്ട് വാങ്ങിച്ചപ്പം ഇങ്ങോട്ടും എന്നുള്ള പരിപാടി അവതരിപ്പിച്ചിരിക്കുകയാണ്. റിവേഴ്സ് യുനോ. എനിവേ, ഐ ആം ഹാപ്പി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ? ഹലോ, അവിടെ പോയി അപ്പറേ പോ. ഓക്കെ, ഓക്കെ, കട്ട് ചെയ്തോ. പാടിക്കോ കട്ട് ചെയ്തോ. Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. പൊങ്ങട്ടെ. അതിനെ സഹിക്കാൻ പറ്റും. അപ്പം ശരി. എൻ്റെ മൊത്തം വെച്ച് തേക്കരുത്. മേക്കപ്പ് വെരി എക്സ്പെൻസീവ്. ഈ പിള്ളേര് നമ്മളെ സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. സന്തോഷായില്ലേ? സന്തോഷം. അപ്പൊ ശരി, പോവാം.